السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗമാണ് അള്ളാഹുവിലാണ് നാം നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്, അവനിലാണ് തവക്കുലാക്കേണ്ടത് എന്ന കാര്യം. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് അവനിൽ ഭരമേൽപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അവനിൽ വിശ്വസിച്ചവർ, മുഅ്മിനുകൾ അള്ളാഹുവിൽ മാത്രമാണ് ഭരമേൽപ്പിക്കേണ്ടത്, അവനിൽ മാത്രമാണ് തവക്കുലാക്കേണ്ടത്. അവനിൽ ഭരമേൽപ്പിക്കുന്നവരെ, തവക്കുലാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നവൻ അവൻ്റെ ഖുർആനിൽ പറയുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹു അവനിൽ തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഒരു മുസ്ലിം അവൻ്റെ ഏതു കാര്യത്തിലും, അവൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലാകട്ടെ, അവൻ്റെ മതപരമായ കാര്യങ്ങളിലാകട്ടെ, അവൻ്റെ ഈമാനും സൽപ്രവർത്തനങ്ങളും നിലനിൽക്കാനും, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും, മുഅ്മിനായി ജീവിച്ചു മരിക്കാനും അള്ളാഹുൽ തവക്കുലാക്കണം. അവൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ, അവൻ്റെ റിസ്ഖിൻ്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് പോലെ ഇതിലും അള്ളാഹുവിൽ അവൻ ഭരമേൽപ്പിക്കേണ്ടതുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുലാക്കണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന് ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ? തവക്കുൽ എന്നാൽ, ശ്രദ്ധിക്കുക, തവക്കുൽ എന്നാൽ നന്മകൾ വരാനും തിന്മകൾ തടുക്കാനും ഉള്ള കാര്യങ്ങളിൽ നീ അള്ളാഹുവിൽ നിൻ്റെ ഹൃദയം അവലംബിക്കുക. അള്ളാഹുവിൽ ഉള്ള പരിപൂർണമായ ഉറപ്പോടെ, വിശ്വാസത്തോടെ നന്മ വരാനും തിന്മ തടുക്കാനും നിൻ്റെ ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക. അതോടൊപ്പം നന്മയുടെ കാരണങ്ങൾ നീ പ്രവർത്തിക്കുക, തിന്മ തടുക്കാനുള്ള പരിശ്രമം നീ പരിശ്രമിക്കുക. ഇതാണ് തവക്കുൽ. നോക്കൂ നിങ്ങൾ, നന്മ വരുത്താനും തിന്മ തടുക്കുവാനും അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടെ അവനിൽ നിൻ്റെ ഹൃദയം അർപ്പിക്കുക, അവലംബിക്കുക. നന്മക്കുള്ള പരിശ്രമങ്ങൾ നീ പരിശ്രമിച്ചുകൊണ്ട്, നിന്നെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ തിന്മ തടുക്കാൻ നീ പരിശ്രമിച്ചുകൊണ്ട്. ഇതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. ഇതാണ് തവക്കുൽ. അള്ളാഹുവിൽ നിൻ്റെ ഹൃദയം അവലംബിക്കുക. എങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൽ ഹൃദയം അവലംബിക്കാൻ നമുക്ക് സാധിക്കുക? അള്ളാഹുവിനെ അറിഞ്ഞാലാണ് ഒരുവൻ അള്ളാഹുവിൽ യഥാർത്ഥ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൻ്റെ കയ്യിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം. അവൻ ഉദ്ദേശിച്ചത് സംഭവിക്കും, അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഒരിക്കലും മരിക്കാത്തവനിൽ നീ തവക്കുലാക്കുക, ഭരമേൽപ്പിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അവനാണ് അവൻ്റെ അടിമകളുടെ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ, സകലതും അറിയുന്നവൻ അള്ളാഹുവാണ്. അവനാണ് ഏറ്റവും പ്രതാപമുള്ളവൻ, അവനാണ് അടിമകളോട് ഏറെ കരുണയുള്ളവൻ. നോക്കൂ, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാം.
وتوكل على العزيز الرحيم الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. അള്ളാഹു പറയുന്നു വതവക്കൽ അലൽ അസീസ് റഹീം, ഏറ്റവും ഇസ്സത്തുള്ള പ്രതാപമുള്ള ഏറെ കരുണയുള്ള അള്ളാഹുവിൽ നീ തവക്കുലാക്കുക. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ, നീ എഴുന്നേൽക്കുമ്പോഴും സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ നീ ചലിക്കുമ്പോഴുമെല്ലാം നിന്നെ കാണുന്ന നിന്റെ റബ്ബിൽ ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. നോക്കൂ, എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരാളിലുമല്ല, പടപ്പുകളിലല്ല, മരിച്ചുപോയവരിലല്ല, ഖബറുകളിൽ അടക്കപ്പെട്ടവരെയല്ല, അവരിലല്ല അവലംബം ഒരു മുസ്ലിം അർപ്പിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ. അല്ലാഹുവേ ലക അസ്ലംതു, ഞാൻ നിനക്ക് കീഴ്പ്പെട്ട മുസ്ലിമായിരിക്കുന്നു. വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞാൻ നിന്നിലേക്ക് കേണുമടങ്ങിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തേടുകയാണ്. അള്ളാഹുവേ, നീ എന്നെ വഴിപിഴപ്പിച്ച് കളയരുതേ, നിന്റെ പ്രതാപ മുഖേന ഞാൻ അതിൽ നിന്ന് കാവൽ തേടുന്നു. അൻതൽ ഹയ്യുൽ ലദീ ലാ യമൂത്, നീയാണ് ഒരിക്കലും മരിക്കാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, മനുഷ്യരും ജിന്നുകളുമെല്ലാം മരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഇന്നലെ ഇല്ലാതിരുന്ന നാളെ മരിച്ചു പോകുന്നവരിൽ നീ തവക്കുലാക്കരുത്. ഇന്ന് തന്നെ മരിച്ചിട്ടുള്ള ജീവനില്ലാത്തവരിൽ നീ തവക്കുലാക്കരുത്. അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, ഷിർക്കാണ്. അള്ളാഹുവിൽ മാത്രം നീ അവലംബിക്കുക, അവനിൽ നീ ഭരമേൽപ്പിക്കുക. എങ്ങനെ? അവനിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, അവൻ സഹായിക്കുമെന്ന്, അവൻ്റെ സഹായം മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടെ ഒരാളിലേക്കും നിൻ്റെ ഹൃദയം ചാഞ്ഞു പോകാതെ. അതാണ് നമ്മുടെ നബിമാർ, അള്ളാഹുവിൻ്റെ അംബിയാഇൻ്റെ പാരമ്പര്യം അതാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അതാ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാം, മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു ബനു ഇസ്രായേലിനെയും കൂട്ടി രക്ഷപ്പെടാൻ കൽപ്പിച്ചു. മൂസ അലൈഹിസ്സലാം അവരെയും കൂട്ടി പുറപ്പെട്ടു. അതാ മുന്നിൽ മഹാസമുദ്രം എത്തി നിൽക്കുകയാണ്, പിന്നിൽ ഫിർഔനിൻ്റെ എന്തിനും തയ്യാറായി നിൽക്കുന്ന സൈന്യം വരികയാണ്. അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആളുകൾ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നാ ലമുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, ഒരു വഴിയുമില്ല. മുന്നിൽ ആർത്തിരമ്പി വരുന്ന സമുദ്രമാണ്, പിന്നിൽ കുതിച്ചെത്തിയ സൈന്യമാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. കല്ലാ, അല്ല, അങ്ങനെയല്ല കാര്യം. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും ഉഹദിൻ്റെ പരിക്കുകൾ അവർ ഏറ്റുകടിയവേ, ഉഹദിൽ അവർക്ക് പ്രിയപ്പെട്ട 70 സഹാബിമാർ കൊല്ലപ്പെട്ടു. നബിയുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് അടക്കം കൊല്ലപ്പെട്ടു, പരിക്കേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കുപറ്റി. സങ്കടവും വേദനയുമെല്ലാം സഹിച്ചുകൊണ്ടിരിക്കെ അവരോട് ആളുകൾ പറയുകയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. അല്ലാഹു ഖുർആനിൽ ആ രംഗം നമ്മെ ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാം, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ഹംറാഉൽ അസദിലേക്ക് മുസ്ലിമീങ്ങൾ പുറപ്പെടാനുണ്ടായ കാരണം അതായിരുന്നു. അവരോട് പറഞ്ഞു, ഇതാ ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, അതുകൊണ്ട് അവരെ പേടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം അത് പോരാ, അവരെ ഒന്നാകെ തുടച്ചു നീക്കി, വേരോടെ തുടച്ചു നീക്കാൻ അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു വരികയാണ് എന്ന് പരിക്കിൽ പ്രയാസപ്പെടുന്ന നബിയോടും സഹാബത്തിനോടും ആളുകൾ പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ അപ്പോൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്.
സഹാബത്ത് പറഞ്ഞത് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രയാസങ്ങളിൽ ഒരു മുസ്ലിം അള്ളാഹുവിൽ മാത്രം കാര്യം അവലംബിക്കും. കാരണം മുഅ്മിനൻ അറിയാം അള്ളാഹുവാണ് അൽ വക്കീൽ, കാര്യങ്ങൾ ഏറ്റെടുത്തവൻ. കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കേണ്ടവൻ അവനാണ്. അവനിലാണ് പരമ അർപ്പിക്കേണ്ടത്, അവനിലാണ് കാര്യങ്ങൾ അവലംബിക്കേണ്ടത്. ഹൃദയം അവനിലല്ലാതെ ഒരു പടപ്പിലും ഒരു മനുഷ്യരിലും നിന്റെ ശക്തിയിലോ നിന്റെ സാമർത്ഥ്യത്തിലോ നിന്റെ അറിവിലോ നിന്റെ സ്വാധീനത്തിലോ ഒന്നിലും നീ നിന്റെ ഹൃദയം അവലംബിച്ചുകൂടാ. നിന്റെ ഹൃദയം അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, നീ അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇന്നക അലൽ ഹഖിൽ മുബീൻ, നീ വ്യക്തമായ സത്യത്തിലാണുള്ളത്. അതുകൊണ്ട് മുസ്ലിമേ സഹോദര, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിലുള്ള സത്യത്തിലാണോ നീ ഉള്ളത്? ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുൽ തവക്കുലാക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അവനവൻ്റെ അടിമകളെ സഹായിക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടെയാണ് യഥാർത്ഥത്തിൽ നാം അവനിൽ തവക്കുലാക്കേണ്ടത്. കാരണം അവൻ നൽകിയ ഖൈറല്ലാതെ ഒരു ഖൈറും നമുക്ക് ലഭിക്കുകയില്ല. അവനൊരു ഷർറ് വരണമെന്ന് ഉദ്ദേശിച്ചാൽ അത് വന്നേ തീരൂ, യാതൊരു സംശയവുമില്ല. അള്ളാഹു ഒരു റഹ്മത്ത് അവൻ്റെ അടിമകൾക്ക് ഉദ്ദേശിച്ചാൽ അത് പിടിച്ചു വെക്കാൻ ആരുമില്ല. അള്ളാഹു ഒരു പ്രയാസം അവർക്ക് വരണമെന്ന് തീരുമാനിച്ചാൽ അതിനെ തടുത്തു മാറ്റാൻ ഒരാളും തന്നെയില്ല. തവക്കുലിൽ ഉള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൽ നാം ഹൃദയം അവലംബിക്കവേ, അവനിൽ ഉറച്ചു വിശ്വസിക്കവേ, മറ്റൊരാളിലും നാം അതിന് ഹൃദയം അവലംബിക്കാതിരിക്കവേ അതിനുള്ള വഴികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന്. നന്മ നമുക്ക് ലഭിക്കാൻ നന്മക്ക് കാരണമായി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളുണ്ട് ഇവിടെ, അത് ചെയ്യണം. ഒരാൾക്ക് മക്കൾ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ വിവാഹിതനാകണം, അവൻ കല്യാണം കഴിക്കണം. എന്നിട്ടാണ് അവൻ മക്കൾക്ക് വേണ്ടി പ്രയത്നിക്കേണ്ടത്. അവന് മക്കളെ നൽകേണ്ടത് അള്ളാഹുവാണ്. ഒരുവന് റിസ്ക് വേണം, അതിനുവേണ്ടി അധ്വാനിക്കണം. എന്നിട്ടാണ് അവൻ അള്ളാഹുൽ തവക്കുലാക്കേണ്ടത്. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ വിത്ത് വിതക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ ഹൃദയം അവലംബിക്കുകയും ചെയ്തവനാണ് യഥാർത്ഥ തവക്കുലാക്കിയവൻ. അല്ലാത്തത് തവക്കുലല്ല. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ മധ്യമ നിലപാട് നോക്കൂ. അള്ളാഹുൽ ഹൃദയം അർപ്പിക്കുകയും അതേസമയം ശരീരം കൊണ്ട് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവന് സാധിക്കുന്ന നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒട്ടകത്തെ കെട്ടിയിടണോ അതല്ല തവക്കുൽ ചെയ്യണോ എന്ന് ചോദിച്ച സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഖിൽഹാ വതവക്കൽ, നീ അതിനെ കെട്ടിയിടുക, അള്ളാഹുൽ തവക്കുലാക്കുക. നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, അള്ളാഹുൽ തവക്കുലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിൻ്റെ ഉദാഹരണം പറഞ്ഞത് തന്നെ നോക്കൂ നിങ്ങൾ. നമ്മൾ എത്രയോ തവണ കേട്ട ഹദീസായിരിക്കും അത്. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലഹ് ലറുസിഖ്തും കമാ തുർസഖു അത്തയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനൻ. അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട രൂപത്തിൽ ഭരമേൽപ്പിച്ചാൽ പറവകൾക്ക് അവൻ അന്നമേകുന്നത് പോലെ, പക്ഷികൾക്ക് അവൻ അവരുടെ റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്കവൻ നിങ്ങളുടെ റിസ്ക് നൽകുന്നതാണ്. തഗ്ദു ഖിമാസൻ, വയറൊട്ടിയവരായി ഒന്നും വയറ്റിലില്ലാതെ അവർ രാവിലെ പുറത്തേക്ക് പോകുന്നു. വതറൂഹു ബിതാനൻ, വയറ് നിറഞ്ഞിട്ടവർ അവരുടെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നു. നോക്കൂ, രാവിലെ റിസ്കിനു വേണ്ടി അന്വേഷിച്ചിറങ്ങുന്ന, അതിനുവേണ്ടി തങ്ങൾക്ക് സാധിക്കുന്ന അധ്വാനിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന പക്ഷികളുടെ പ്രവർത്തനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലാക്കുന്നവർക്ക് മുന്നിൽ ഉദാഹരണമായി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ പണിയെടുക്കുക സഹോദര, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തവക്കുലാക്കുന്ന മുഴുവൻ ആളുകളുടെയും ഇമാമാണ്, നബിയാണ്. തവക്കുലിൽ നമുക്കുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ നിങ്ങൾ. അവിടുന്ന് യുദ്ധങ്ങളിൽ ചിലതിൽ പടയെങ്കി ഒന്നിനു മുകളിൽ ഒന്നണിഞ്ഞ് ആ യുദ്ധമുഖത്ത് ചെന്നതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പടയെങ്കി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതല്ല തവക്കുൽ. തവക്കുൽ എന്നാൽ ചെയ്യേണ്ടത് ചെയ്യലും എന്നിട്ട് അള്ളാഹുവിൽ ഹൃദയം അർപ്പിക്കലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരു വർഷത്തേക്ക് അവർക്കുള്ള റിസ്ക്, അവരുടെ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചിരുന്നു. പിൽക്കാലത്ത് ഹദീസുകളിൽ നമുക്ക് കാണാം. നബിയുടെ ദാനധർമ്മം കാരണത്താൽ അത് വേഗം തീർന്നു പോയിരുന്നു, അത് മറ്റൊരു കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നീക്കി വെച്ചിരുന്നു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ, ഹജ്ജിൻ്റെ യാത്രയെക്കുറിച്ച് പറയുന്ന ആയത്താണത്.
യാത്രക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും നല്ല യാത്രക്കുള്ള വിഭവം അത് തഖ്വയാണ്. ജീവിതമാകുന്ന നമ്മുടെ യാത്രയിൽ തഖ്വ പോലെ ഒരു വിഭവം നാളെ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കാനില്ല. പണ്ട് കാലത്ത് യമനിൽ നിന്നുള്ള ചില ആളുകൾ യാത്രക്ക് ഒരു വിഭവം എടുക്കാതെ കയ്യും വീശി വരികയും എന്നിട്ട് ഞങ്ങൾ തവക്കുലാക്കുന്നവരാണ് എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, അതിനുവേണ്ടി കാര്യങ്ങൾ ഒരുക്കാനും എന്നിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കാനുമാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. ഇഹ്റിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ നീ അതീവ താല്പര്യത്തോടെ അധ്വാനിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് നീ സഹായം തേടിക്കൊള്ളുക, സഹായം അള്ളാഹുവിനോട് തേടിക്കൊള്ളുക. വലാ തഅജിസ്, നീ കഴിവുകേട് കാണിക്കാൻ പാടില്ല, നീ കഴിവുകെട്ടവനാകാൻ പാടില്ല. ഒന്നും ചെയ്യാതെ മടിയനായിരുന്ന് നീ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ തവക്കുലല്ല. യഥാർത്ഥ തവക്കുൽ എന്നാൽ നിനക്ക് ചെയ്യാനുള്ളത് ചെയ്ത്, എന്നാൽ ഹൃദയം ഒരിക്കലും നീ ആ ചെയ്തതിൽ അവലംബിക്കാതെ, നിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നീ തിരിഞ്ഞു നോക്കാതെ അള്ളാഹുവിൽ മാത്രം നിന്റെ ഹൃദയം അവലംബിക്കുക. അതാണ് യഥാർത്ഥ തവക്കുൽ. അള്ളാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ യഥാർത്ഥ തവക്കുലാക്കുന്ന, അതിൻ്റെ ഏറ്റവും ഉന്നതമായ സൽഫലങ്ങൾ നേടിയെടുക്കുന്ന മുഅ്മിനുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, തവക്കുലിൻ്റെ വിഷയത്തിൽ ജനങ്ങൾക്ക് സംഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അബദ്ധങ്ങളുണ്ട്. രണ്ട് തെറ്റായ രൂപങ്ങൾ ആളുകളുടെ ചിന്തയിൽ തവക്കുലിനെ കുറിച്ച് നമുക്ക് കാണാം. അതിലൊന്ന്, ഒരാൾ ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ച കേവലമായ ഭൗതിക കാരണങ്ങളിൽ അവൻ്റെ ഹൃദയം അർപ്പിക്കുക, അവലംബിക്കുക എന്നതാണ്. ചില ആളുകൾ അവരുടെ ഹൃദയം അവർ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ അവലംബിച്ചിരിക്കുന്നു. അയാളെ കാണിച്ചാലാണ് എനിക്ക് എൻ്റെ രോഗം സുഖപ്പെടുക. അവൻ്റെ ഹൃദയം ഒന്നാകെ അയാളുടെ ചികിത്സയിൽ അവലംബിച്ചതുപോലെ അവൻ്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. അയാളുടെ മരുന്നിലാണ് എല്ലാ ഫലവുമുള്ളത് എന്ന രൂപത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് കാണാം. അതല്ലെങ്കിൽ തൻ്റെ ജോലിയിൽ, തൻ്റെ കച്ചവടത്തിൽ, തൻ്റെ മുതലാളിയിൽ, തൻ്റെ കൂട്ടുകാരനിൽ, തൻ്റെ സഹായിയിൽ, തൻ്റെ സ്വാധീനങ്ങളിലെല്ലാം ഹൃദയം അവലംബിച്ചു പോകുന്ന സ്ഥിതി ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. മറിച്ച് നീ അതെല്ലാം പ്രവർത്തിച്ചാലും ഹൃദയം അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഇതൊന്നും ഫലപ്പെടാൻ പോകുന്നില്ല. എന്നു മാത്രമല്ല, റബ്ബ് ഉദ്ദേശിച്ചാൽ ദുനിയാവിലെ കേവല കാരണങ്ങളുടെ സ്വഭാവം തന്നെ അള്ളാഹു മാറ്റിത്തീർക്കും. അതൊരാൾക്കും സാധിക്കാത്ത കാര്യമാണ്, ഒരാൾക്കും സാധിക്കാത്ത കാര്യമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ച തീ എന്ന് പറയുന്നത് എന്തിനേയും കരിച്ചു കളയുന്ന തീയാണ്. അതിനോട് അടുക്കാൻ നമുക്ക് സാധ്യമല്ല, അതിൻ്റെ സ്വഭാവമാണ്. അതിലേക്ക് വന്നതിനെ അത് കരിച്ചു കളയുമെന്നത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനു വേണ്ടി ആ തീ അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയിനോട് അള്ളാഹു പറഞ്ഞു, നീ തണുപ്പും രക്ഷയുമായി കൊള്ളുക ഇബ്രാഹിമൻ. അതുകൊണ്ട് അസ്ബാബിനെ, സബബുകളെ അതിനെ മാറ്റിത്തീർക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നീ അസ്ബാബ് പ്രവർത്തിക്കാൻ, ദുനിയാവിലെ കാരണങ്ങൾ പ്രവർത്തിക്കുകയാണ്. നീ ഒരു കച്ചവടം തുടങ്ങുകയാണ്, നീ വിത്ത് വിതക്കുകയാണ്, നീ ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ്, അതിലല്ല നീ ഹൃദയം അവലംബിക്കേണ്ടത്. നിന്റെ ശക്തിയിലോ അറിവിലോ സാമർത്ഥ്യത്തിലോ കഴിവിലോ സഹായികളിലോ ഒന്നിലുമല്ല, ഒരാളിലുമല്ല, ഒരു പടപ്പിലുമല്ല, അള്ളാഹുവിൽ മാത്രം നിന്റെ ഹൃദയം അവലംബിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, മൻ നസലത് ബിഹി ഫാഖത്തുൻ ഫഅൻസലഹ ബിന്നാസ്. ആർക്കെങ്കിലും ഒരു പ്രാരാബ്ധം വന്നിറങ്ങി അവനത് ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവച്ചു, ലം തുസദ്ദ ഫാഖതുഹു, അവൻ്റെ പ്രാരാബ്ധം നീങ്ങിപ്പോവുകയില്ല, അത് നികത്തപ്പെടുകയില്ല. വമൻ നസല ബിഹി ഫാഖ, ഒരാൾക്കൊരു പ്രാരാബ്ധം വന്നിറങ്ങി ഫഅൻസലഹ ബില്ലാഹ്, അവൻ അല്ലാഹുവിന് മുന്നിൽ ഇറക്കി വെച്ചു, ഫയൂഷികുല്ലാഹു ലഹു ബിറിസ്ഖിൻ ആജിലിൻ ഔ ആജിൽ, അള്ളാഹു വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നീട് വന്നു ലഭിക്കുന്ന ഒരു റിസ്ക് കൊണ്ട് അവൻ്റെ ആ പ്രാരാബ്ധം അത് നികത്തുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും
നമ്മുടെ ഭൗതികമായ കാരണങ്ങളിൽ ഹൃദയം അവലംബിച്ചുകൂടാ. നീ നിൻ്റെ ശരീരം കൊണ്ട് അത് പ്രവർത്തിക്കുക, ഹൃദയം അള്ളാഹുവിൽ അർപ്പിക്കുക, അള്ളാഹുവിൽ അവലംബിക്കുക. ഈ വിഷയത്തിൽ പല ആളുകൾക്കും തെറ്റുപറ്റാറുണ്ട്. അല്ല, നമ്മിൽ പലർക്കും സംഭവിക്കുന്ന തെറ്റാണത്. ആളുകളിൽ നമ്മുടെ ഹൃദയം അങ്ങ് ചാഞ്ഞു പോവുക. അദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ, അയാളില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ മകനില്ലായിരുന്നുവെങ്കിൽ, അല്ല ആരുമില്ലാതിരിക്കട്ടെ, ആരുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, നിന്റെ റബ്ബിൻ്റെ തൗഫീഖില്ല എങ്കിൽ നിനക്കൊന്നും സാധിക്കുകയില്ല. തവക്കുൽ സഹോദരങ്ങളെ തൗഫീഖിനുള്ള, അള്ളാഹു കാര്യങ്ങൾ കൂട്ടിമുട്ടിച്ചു തരാനുള്ള, അള്ളാഹു കാര്യങ്ങൾ ശരിയാക്കി തരാനുള്ള ഏറ്റവും വലിയ ഉപാധി അള്ളാഹുൽ ഹൃദയം അവലംബിക്കുക എന്നതാണ്. ശരിയായ രൂപത്തിൽ നിന്റെ ഹൃദയം അള്ളാഹുൽ മാത്രം അവലംബിക്കുക. അവൻ്റെ കയ്യിലാണെല്ലാം, അവനാണെല്ലാം നിശ്ചയിക്കുന്നത്. അവൻ തീരുമാനിക്കാതെ ഒരു ഇല അനങ്ങുകയില്ല, ഒന്നും സംഭവിക്കുകയില്ല. അവൻ ആകാശഭൂമികളെ പടക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തി വച്ചതല്ലാതെ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗം ശരിക്ക് ശ്രദ്ധിക്കണം. ഈ ഭാഗത്താളുകൾ സംഭവിക്കുന്ന അബദ്ധം അത് വരാതെ സൂക്ഷിക്കണം. ജനങ്ങൾക്ക് സംഭവിക്കുന്ന രണ്ടാമത്തെ അബദ്ധം അത് കാരണങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. അള്ളാഹു ഒരു കാര്യം നടക്കാൻ കാരണം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാരണം പ്രവർത്തിക്കണം. ഒരാൾ കുട്ടികളെ വേണമെങ്കിൽ വിവാഹം കഴിക്കണം എന്നതുപോലെ, അവൻ്റെ വിശപ്പടങ്ങണമെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നതുപോലെ, ഇതെല്ലാം അള്ളാഹു ഇവിടെ കാര്യങ്ങൾക്ക് കാരണമായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അത് നീ നിൻ്റെ ശരീരം കൊണ്ട് ചെയ്യുക, ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹുൽ യഥാർത്ഥ തവക്കുൽ നാം തവക്കുലാക്കിയാൽ, യഥാർത്ഥ ഭരമേൽപ്പിച്ചാൽ അതിൻ്റെ ഫലം എന്താണ്? യാ സുബ്ഹാനല്ലാഹ്, ഒന്നിനും അള്ളാഹു പറയാത്ത ഫലമാണ് അള്ളാഹു തവക്കുലിന് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഫലമാണ് അള്ളാഹു തവക്കുലിന് പറഞ്ഞിട്ടുള്ളത്. എന്താണത്? നോക്കൂ നിങ്ങൾ. അള്ളാഹു പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആരെങ്കിലും അള്ളാഹുൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു മതി. അവൻ്റെ കാര്യങ്ങൾക്ക് അള്ളാഹു മതിയായവനായിരിക്കുന്നു. പക്ഷെ സഹോദര, നീ അതിൽ തിരക്ക് കൂട്ടാൻ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല. അള്ളാഹു അവൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കിയെടുക്കും. എന്നാൽ അള്ളാഹു അതിനെല്ലാം ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. സൂറത്ത് തലാഖിലെ തവക്കുലാക്കിയവൻ അള്ളാഹു മതി എന്ന് പറഞ്ഞ ആയത്തിൻ്റെ ശേഷം എന്താണ്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ് ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. അള്ളാഹു ഏതു കാര്യവും അവൻ ഉദ്ദേശിച്ച കാര്യം, അവൻ്റെ കാര്യം നടപ്പിലാക്കിയെടുക്കുന്നവനാണ്. അള്ളാഹു ഏതു കാര്യത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സമയമുണ്ട്, അതിൻ്റെതായ റബ്ബ് നിശ്ചയിച്ച, അവൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച ഒരു തോതുണ്ട്, ഒരു കണക്കുണ്ട്. അതിനനുസരിച്ചല്ലാതെ സംഭവിക്കുകയില്ല. ഒരു പക്ഷേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നീണ്ടുപോകുന്നത് നിനക്ക് ഖൈറായിരിക്കും. താൽക്കാലികമായി വല്ല മുസീബത്തുകളും നിനക്ക് വന്നു ചേരുന്നത് പിന്നീട് വലിയ ഖൈറായിരിക്കും അള്ളാഹു അതിനു പിന്നിൽ നിനക്ക് വച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കാതിരിക്കുക, ധൃതി കാണിക്കാതിരിക്കുക. അള്ളാഹു സഹായിക്കുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ തവക്കുൽ ഓരോ സമയത്തും നമുക്ക് വേണ്ടതുണ്ട്, എല്ലാ നേരത്തും വേണ്ടതുണ്ട്. അതാ വീട്ടിൽ നിന്ന് നാം പുറത്തിറങ്ങുമ്പോൾ ദുനിയാവിൻ്റെ ഒരു കാര്യത്തിന് പുറത്തിറങ്ങുകയാണ്, അല്ലെങ്കിൽ ദീനിൻ്റെ ഒരു കാര്യത്തിന് നിസ്കരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മക്കോ വേണ്ടി ഒരാൾ പുറത്തിറങ്ങുന്നു. അതല്ല എങ്കിൽ തൻ്റെ ദുനിയാവിൻ്റെ ജോലിക്കോ മറ്റോ വേണ്ടി പുറത്തിറങ്ങുന്നു. ഏത് കാര്യത്തിനാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ പേരിൽ, അവൻ്റെ പേര് കൊണ്ട് ഞാനിതാ ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അവനിൽ മാത്രം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവോ ശക്തിയോ എനിക്കില്ല. ഒരു നന്മ നേടിയെടുക്കാനോ ഒരു തിന്മ തടുക്കാനോ ഉള്ള കഴിവോ ശക്തിയോ ഇല്ല. പ്രിയമുള്ളവർ, ഇത് മൂന്നും യഥാർത്ഥത്തിൽ ഈ മൂന്ന് വാക്കുകളും അതിലടങ്ങിയിട്ടുള്ളത് എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തവക്കുലാണ്, അള്ളാഹുവിനുള്ള ഭരമേൽപ്പിക്കലാണ്. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിൽ അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നീ ഇറങ്ങുന്നത്. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവോ ശക്തിയോ ഇല്ല. മൂന്നിലുമുള്ളത് തവക്കുലാണ്. അവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ആലോചിക്കുക, എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ചൊല്ലി ഒരു തിന്മക്ക് വേണ്ടി, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ സാധിക്കുക? അതുകൊണ്ട് മുസ്ലിമായ സഹോദര സഹോദരി,
റബ്ബ് വെറുക്കുന്ന ഒരു കാര്യത്തിന് നീ നിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അള്ളാഹു അനുവദിച്ച ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കാര്യത്തിനോ വേണ്ടി അല്ലാതെ നീ നിൻ്റെ വീട്ടിൽ നിന്ന് കാലെടുത്ത് പുറത്തു വെക്കരുത്. പോയി വരുന്നതുവരെ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും നീ നല്ല കാര്യത്തിനാണ് ഇറങ്ങുന്നത് എങ്കിൽ, ഇത് ചൊല്ലിയിട്ടാണ് പോകുന്നത് എങ്കിൽ. മോശമായ ഒരു കാര്യത്തിനാണ് നീ ഇറങ്ങുന്നതെങ്കിലോ അള്ളാഹു നൽകിയ ഈ ആരോഗ്യവും കൈകാലുകളും സൗകര്യവുമെല്ലാം ഉപയോഗിച്ച് നടക്കാനും വാഹനത്തിൽ കയറാനുമുള്ള ശേഷിയും അതിന് അള്ളാഹു നൽകിയ സംവിധാനങ്ങളും ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ കോപം നീ വിലക്ക് വാങ്ങുകയാണോ? അള്ളാഹുവിനെ സൂക്ഷിക്കുക സഹോദരങ്ങളെ. ഞാനും നിങ്ങളും പുറത്തിറങ്ങുമ്പോൾ ആലോചിക്കുക, എന്തിനാണ് ഞാൻ ഈ പോകുന്നത്? നന്മ ഉദ്ദേശിച്ചിട്ടാണോ അതല്ല തിന്മയും ഫസാദും ഉദ്ദേശിച്ചിട്ടാണോ? അള്ളാഹു കാണുന്നുണ്ടെന്ന് ഓർക്കുക, അള്ളാഹു അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പോയതുപോലെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ, പോയതുപോലെ വീട്ടിൽ തിരിച്ചെത്തിക്കാതിരിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന് മറക്കാതിരിക്കുക. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുസ്ലിം ഇത് പറഞ്ഞ് പുറത്തിറങ്ങിയാൽ അവനോട് പറയുകയാണ്, ഖദ് ഹുദീത വകുഫീത വഉഖീത. ഖദ് ഹുദീത, നിനക്ക് ഹിദായത്ത് ലഭിച്ചിരിക്കുന്നു. നോക്കൂ, അല്ലാഹുൽ തവക്കുലാക്കിയാൽ, യഥാവിധി അള്ളാഹുൽ ഒരുവൻ ഭരമേൽപ്പിച്ചാൽ ദലാലത്തിൽ നിന്ന്, വഴികേടിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം നൽകും. വഉഖീത, നിനക്ക് കാവൽ ലഭിച്ചിരിക്കുന്നു. ഷർറുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കും. വകുഫീത, നിനക്ക് അള്ളാഹു മതിയായിരിക്കുന്നു. മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ല. അവനിൽ നിന്ന് പിശാചുക്കൾ മാറിയകലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പിശാചുക്കൾ പരസ്പരം പറയും, കൈഫ ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വഉഖി. ഹിദായത്ത് നൽകപ്പെട്ട, അള്ളാഹുവിൻ്റെ കാവൽ ലഭിച്ചിട്ടുള്ള, അള്ളാഹു ഒരുവന് മതിയായിട്ടുള്ള അങ്ങനെ ഒരുവന് ഇനി നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കാനാണ്? അതുകൊണ്ട് നോക്കൂ, ഏതു സമയത്തും നമുക്കിത് ആവശ്യമുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ നീ ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും നീ ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം, നിന്റെ റഹ്മത്ത് മുഖേന ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നേരെയാക്കി നൽകണമേ, ശരിയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, റബ്ബേ എൻ്റെ കാര്യം ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നീ എന്നെ ഏൽപ്പിച്ചു കളയരുതേ. നമ്മുടെ കാര്യം അല്ലാഹു നമ്മിലേക്ക് ഏൽപ്പിച്ചു കളഞ്ഞാൽ നമ്മൾ തുലഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക. ഉറുക്കുകളിലോ ഏലസുകളിലോ തകിടുകളിലോ മൺമറഞ്ഞു പോയവരിലോ കെട്ടിയോർത്തപ്പെട്ട മഖ്ബറകളിലോ അംബിയായിലോ ഔലിയായിലോ അല്ല തവക്കുൽ. തവക്കുൽ അല്ലാഹുവിൽ മാത്രമാണ്. അവൻ മാത്രമാണ് നമുക്ക് കാവലേകുന്നവൻ. അവൻ്റെ കാവലല്ലാതെ ഒരു കാവലുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് ഘട്ടത്തിലും അല്ലാഹുൽ തവക്കുലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരിക്കലും അവനല്ലാത്തവരിലേക്ക് തിരിയാതിരിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവനിൽ തവക്കുലാക്കിയാൽ അല്ലാഹു നമുക്ക് എല്ലാ ഖൈറുകളും നൽകുന്നതാണ്. അവൻ നമുക്ക് എല്ലാവിധ നന്മകളും നൽകുന്നതാണ്. അവൻ നമുക്ക് മതിയാകുന്നതാണ്. ഹിദായത്ത് അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അവനിൽ യഥാർത്ഥ തവക്കുലാക്കുന്നവരിൽ, അവനല്ലാത്തവരിലേക്ക് തിരിയാതിരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ റമദാൻ വരികയാണ്. ഒരാൾ നന്മകൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മിലുണ്ടായിരിക്കും. നന്മകൾ ഉദ്ദേശിക്കണം. റമദാൻ ആയാൽ വിളിച്ചു പറയുന്ന ഒരുവൻ വിളിച്ചു പറയുമെന്നാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ഉദ്ദേശിക്കുന്നവനെ മുന്നോട്ട് വരൂ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ അത് അവസാനിപ്പിക്കൂ. അതുകൊണ്ട് നന്മ ഉദ്ദേശിക്കുക. എന്നാൽ നന്മ ഉദ്ദേശിക്കുമ്പോൾ ഇതാ എല്ലാ ദിവസവും ഇത്ര ഞാൻ ഖുർആൻ ഓതും, ഇത്ര ജുസ് പാരായണം ചെയ്യും, രാത്രി നിസ്കരിക്കും, തറാവീഹ് മുടങ്ങാതെ നിർവഹിക്കും, ഇഅ്തികാഫ് നിർവഹിക്കും, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടാതിരിക്കാൻ പരിശ്രമിക്കും എന്നെല്ലാം തീരുമാനിക്കുമ്പോൾ അതിലെല്ലാം അല്ലാഹുൽ തവക്കുലാക്കുക, അല്ലാഹുൽ ഭരമേൽപ്പിക്കുക. അവനാണ് നമ്മെ അതിന് സഹായിക്കേണ്ടത്. ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ തവക്കുലാക്കുന്നതിനേക്കാൾ അപ്പുറം അള്ളാഹുവിനോട് ദീനിൻ്റെ കാര്യങ്ങളിൽ നാം തവക്കുലാക്കുക, അവരിൽ ഭരമേൽപ്പിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർ നന്നാകാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു അവരെ സംരക്ഷിക്കുവാൻ, എന്തു തന്നെ നല്ല വിദ്യാഭ്യാസം നാം അവർക്ക് നൽകിയാലും
എത്ര തന്നെ നാം അവരുടെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയാലും അതിനപ്പുറം അള്ളാഹുവിൻ്റെ സഹായവും അവൻ്റെ കാവലും എന്നൊന്നുണ്ട്. നിന്നെ കൊണ്ട് സാധിക്കുന്നത് പ്രവർത്തിച്ച് അള്ളാഹുവിൽ അവരുടെ കാര്യത്തിൽ തവക്കുലാക്കുക. അള്ളാഹു യഥാർത്ഥ മുതവക്കിലീൻ എന്നല്ലാഹു വിശേഷിപ്പിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അവനിൽ തവക്കുലാക്കിയവർ എന്നവൻ പറഞ്ഞവരിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اجعلنا من المتوكلين عليك، اللهم اجعلنا من المتوكلين عليك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم احفظ المسلمين في بلادنا واحفظ المسلمين في كل مكان. اللهم احفظ المسلمين واحفظ دماءنا وأموالنا وأعراضنا ومقدساتنا ومساجدنا. اللهم من أراد بالمسلمين وبمقدساتهم وبأموالهم وأعراضهم ودمائهم سوءا فأشغلهم بأنفسهم يا رب العالمين. اللهم اجعل كيدهم في نحورهم يا رب العالمين. اللهم رد كيدهم إليهم. اللهم احفظنا يا رب العالمين. اللهم احفظنا بحفظك يا رب العالمين. اللهم ارحمنا وتب علينا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد.